സ്വർണ്ണലത. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോസ് എടുത്തിട്ട്. കാരണം എന്താ വെച്ചാൽ സ്കൂൾ പൂട്ടിയതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എടുക്കണം എന്ന് വിചാരിക്കും, അല്ലാണ്ട് നടക്കുന്നില്ല. കുട്ടികളെല്ലാം വീട്ടിലുള്ളതുകൊണ്ട് പണിയൊന്നും തീരുന്നില്ല, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നെല്ലാവരും പുറത്ത് പോയിട്ടുണ്ട്. ആ സമയം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ തുടക്കം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഉപദേശമൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. കാരണം പറയുന്നത് കേൾക്കേണ്ടതാണല്ലോ. കേട്ടിട്ടില്ലെങ്കിൽ വിചാരിക്കും നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പം ആർക്കായാലും നമ്മൾ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അത് അവർ ഉൾക്കൊള്ളണമെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് അറിയണം. എന്നാലല്ലേ നമുക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റും. ഉപദേശിച്ച് ശരിയാക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ശരിയാക്കിയിട്ട് എടുക്കാമെന്ന് ഒരിക്കലും പറ്റുമെന്നില്ല. അത് നമ്മൾ എടുക്കുന്ന കൂട്ടും കൂടെ കണക്കിലെടുക്കണം, നമുക്ക് നന്നാവണോ വേണ്ടയോ എന്നല്ല. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നല്ലത് നമ്മൾ എന്തായാലും എടുക്കും. മോശം ആരും കേൾക്കുന്നില്ല, മോശമൊന്നും സ്വീകരിക്കുന്നില്ല. ആ മോശമാണെന്നോന്ന് നമുക്കത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവും അത് മോശമാണെന്നോ അല്ലെങ്കിൽ എന്നാണെന്ന്. നല്ലതുണ്ടെങ്കിൽ എടുക്കുക, മോശം അങ്ങ് വിട്ടേക്കുക. ഇപ്പോൾ കുട്ടികളോടായാലും കൂടെ കുട്ടികളോട് എന്തെങ്കിലും അത് ചെയ്യണം എന്ന് പറഞ്ഞാലാണ് അവരത് ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം അവരൊരിക്കലും ചെയ്യില്ല. കാരണം അവർക്കത് ജനറലി അങ്ങനെയാണ്. കാരണം അവരോട് ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യമാണ് അവർ ചെയ്യുക. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷേങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കും, ഇതേപോലെ ചെയ്യാൻ പാടില്ല, ഈ കാര്യം ചെയ്യരുത് എന്നെല്ലാം പറയും. പക്ഷേങ്കിൽ അത് അവർ എടുക്കൂല. എന്തോ ഒരു ഇത് ചെയ്തു നോക്കിയാൽ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടാവില്ല, എന്താ പറയുക, ഉള്ളിലൊരു ആകാംക്ഷ. അപ്പോൾ എന്തെന്ന് വേണ്ടാന്ന് പറയുന്നതോ അതേ ചെയ്യും. അപ്പം നമ്മൾ അവരോട് ഒരിക്കലും ഉപദേശം എന്ന രീതിയിലൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ കാര്യത്തെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുക. അത് ചെയ്താൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുത്തിട്ടാകുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. സിറ്റുവേഷനിലേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ അവർക്കത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതെ ആ സിറ്റുവേഷനിലേക്ക് കൂടി പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുക, പറഞ്ഞത് ശരി തന്നെയാണ്, നമുക്കത് എടുക്കാൻ പറ്റുന്നില്ലത്. അപ്പോൾ ഉപദേശം കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് അവർക്ക് ആവശ്യമുണ്ടോ എന്നൊന്ന് നോക്കണം, എന്നിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഉപദേശം എടുക്കുന്ന കൂട്ടർ രണ്ട് ടൈപ്പാണ്. ഒന്നും അറിയാതെ കൂട്ടർ, മീൻസ് ഒന്നും അറിയാതെ കൂട്ടർ എടുക്കുക. അവരെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ അവർ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ കൂട്ടർ എന്ന് വെച്ചാൽ ഉപദേശം കേൾക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര അലർജിയാണ്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കാര്യവും അറിയാം, പക്ഷേങ്കിൽ അവർക്ക് ഏത് സിറ്റുവേഷനിലാണ് അവർക്കത് പ്രയോഗിക്കേണ്ടതെന്നറിയില്ല. ഇപ്പോൾ ഒരു ടീനേജർ എടുക്കട്ടെ, അവർക്കെന്ന് വെച്ചാൽ എല്ലാ കാര്യം വേഗമാകണം. അപ്പോൾ അതിന് അവർ പല കുറുക്കു വഴികളും എടുക്കും. അതൊന്ന് ചിലപ്പോൾ അത് നല്ലതും ആകാം, ചിലപ്പോൾ മോശവും ആകാം. അപ്പം അവർക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊരു ഉപദേശത്തിൻ്റെ രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരൊരിക്കലും എടുക്കൂല. കാരണം അവർക്ക് വേഗം കാര്യങ്ങൾ സാധിച്ചെടുക്കണം. അതുകൊണ്ട് അവരൊരിക്കലും നമ്മൾ പറയുന്നത് അവരുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകും, പക്ഷേ അത് അവരെടുക്കണമെങ്കിൽ ആ ഒരു ചെയ്ത കാര്യത്തിൽ അവരൊരു ഫെയിലിയറാണ്. എന്നാൽ അവർ ആ പറഞ്ഞു കൊടുത്ത കാര്യത്തിനെ പറ്റി അവർ ചിന്തിക്കും. അല്ലെങ്കിൽ അപ്പം വിചാരിക്കും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ചിന്തിക്കും, ഫസ്റ്റ് ആ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. അപ്പം അവർ നമ്മളെടുക്കെ വരും. അന്നേരം നമ്മളത് ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അവർക്ക് എന്നാ സംഭവിച്ചെന്ന് അതിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. ആ തെറ്റ് പറ്റിയെടുക്കുക ഏതെല്ലാം രീതിയിൽ തിരുത്തിയെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ ടീനേജേഴ്സിനാണ്
ഇപ്പം വളരെ ഇങ്ങനത്തെ ഓരോന്ന് പറ്റുന്നത് ഉപദേശം കേൾക്കാണ്ട് ആണ് അവർ പല ഇതിലും പോയി പെടുന്നത്. ഏത് രീതിയിലും എങ്ങനെ ആയാലും കണക്കിലെടുക്കാം. ഇപ്പം ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ നമ്മളൊന്നും വിചാരിക്കാത്ത സംഭവങ്ങളിലാണ് ഓരോന്ന് ന്യൂസെല്ലാം കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഞെട്ടിപ്പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പേടിയില്ല. പണ്ട് നമ്മളെ കാലത്തെല്ലാം നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പേടിയുണ്ടേനു. പണ്ട് എല്ലാവരും പറയുന്ന കേൾക്കുന്നുണ്ട്. എൻ്റെ അമ്മയും എല്ലാവരും അച്ചമ്മയെല്ലാം പറയും നമുക്കെല്ലാം എന്ന് വെച്ചാൽ ഭയം, ഭക്തി, ബഹുമാനം എല്ലാം വേണമെന്ന്. ഇന്നത്തെ കാലത്ത് ഭയവുമില്ല, ഭക്തിയുമില്ല, ബഹുമാനവും ഇല്ല. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ എല്ലാം വേഗം ഫ്രീ ആയിട്ടെന്നല്ല, ഒരു കാര്യം വിചാരിച്ചാൽ അത് വേഗം സാധിച്ചുകൊടുക്കണം. അതിന് അവർ ഏത് കുറുക്ക് വഴിയും നോക്കിയിട്ട് പോകും. അതുകൊണ്ടെന്ന് വെച്ചാൽ ചിലത് നല്ലതിലെത്തും, ചിലത് എവിടെയെങ്കിലും വഴിയിൽ ഫെയിലിയറാകും. അപ്പം ഫെയിലിയറായ കുട്ടികളെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും എന്തായാലും പരമാവധി ശ്രമിക്കുമല്ലോ കുട്ടികൾ മോശമാകാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അത് എല്ലാ അച്ഛനും അമ്മമാരും ചെയ്യുന്നത് തന്നെ. അപ്പോൾ അവർ ഫെയിലിയറായിട്ട് നമുക്ക് അവർ തെറ്റ് പറ്റി സമ്മതിച്ച് നമ്മളെടുക്കാൻ വരുമ്പോൾ അന്നേരം നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ചില കുട്ടികൾ ഇതേ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയില്ലല്ലോ. അപ്പം നമുക്കും പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സുണ്ടാവില്ല. അന്നേരം നമ്മളെന്താ ചിന്തിക്കുക, ശരി പോയിട്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന്, ഇതാവട്ടെ എന്ന്. അവർ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അവർ ഫോളോ ചെയ്യില്ല. ഓരോന്നിൽ പെട്ടിട്ടാന്ന് നോക്കുക. അപ്പോൾ തിരിച്ച് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെടുക്കുക അവർ വരുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. പറഞ്ഞ് തിരുത്തിയിട്ട് ഇതേപോലെയെല്ലാം ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് അതേപോലത്തെ മനസ്സ് പാരൻസിനും ഉണ്ടാവണം. നമ്മളെ ചുറ്റുപാടുള്ള സമൂഹത്തിലും ഉണ്ടാവണം. സമൂഹം എന്ന് വെച്ചാൽ എല്ലാം നമ്മളെപ്പോലത്തെ ഓരോരോ വ്യക്തികളല്ലേ ഒരു സമൂഹമായി മാറുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഓരോരോ വ്യക്തികളും തെറ്റുകൾ പിന്നെയും ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നീ ഇന്ന പോലെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ആങ്കർ ഇഷ്യൂസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം അതെന്ന് വെച്ചാൽ വല്ലാതെ രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ അത് ഏത് രീതിയിലാണെന്നത് പുറത്ത് വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു കുറ്റപ്പെടുത്തൽ ഉണ്ടാകാൻ പാടില്ല. അത് നമ്മളെല്ലാവരും ശ്രമിച്ചാലേ നമുക്ക് നന്നാക്കാൻ പറ്റൂ ഈ സൊസൈറ്റീനെ. അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെപ്പം നമ്മളെ മക്കളെ അവരേതെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള മനസ്സുണ്ടെങ്കിൽ അവരെന്തായാലും നമ്മളടുക്ക് വന്ന് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ നമ്മളും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. അപ്പോൾ ഉൾക്കൊള്ളാനുള്ള മനസ്സെന്ന് വെച്ചാൽ ഇപ്പം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവർ വന്നിട്ട് അവരത് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാലാന്നല്ലോ അവർ നമ്മളെടുക്ക സംസാരിക്കാൻ വേണ്ടിയിട്ട് വരിക. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വേറെ വഴി തേടി പോകും. വേറെ വഴി തേടി പോയി ചിലപ്പോൾ എന്ന് വെച്ചാൽ അത് നല്ല രീതിയിൽ ആവണമെന്നില്ല. ചില കൂട്ടർ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് കുറേ സംഭവങ്ങൾ ഇപ്പോൾ അടുത്ത് ഞാൻ ടി വിയിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാണ്ടാവുന്നത്. പോരാണ്ട് ഈ കുട്ടികളടക്കം ഈ 2 കേസസാണ് ഉണ്ടായത്. അപ്പോൾ അതും ടി വിയിൽ വന്നതുകൊണ്ട് അറിഞ്ഞ്. ഇപ്പം ഇങ്ങനെ അറിയാതെ കേസസ് എത്രയോ ഉണ്ടാവും. ഇങ്ങനെ ഓരോരുത്തർക്കും ഒന്നും പറയാനും പറയുന്നത് കേൾക്കാനും ഇല്ല സ്ഥലങ്ങളില്ലെങ്കിൽ ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ. ആത്മഹത്യ എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് എടുക്കുന്നതാണ്. വളരെ എന്താണെന്ന് പറയുക പേടിയില്ലാത്തത് കൊണ്ടാണ് കാരണം ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പം നമ്മളും അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം. പറയേണ്ട കൂട്ടർക്കും പറയാനില്ല മനസ്സുണ്ടാവണം. നല്ലൊരാളെ തിരഞ്ഞെടുത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയുന്ന കൂട്ടർക്കും ഇത് നമ്മൾ പറഞ്ഞാൽ സേഫാണ്, നാളെ നമുക്കിതിനെ കൊണ്ട് ഇവരെടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്ത് അതാണല്ലോ. കാരണം എന്ന് വെച്ചാൽ വേറെയുള്ള കൂട്ടർ അറിഞ്ഞാൽ ഒരു പരിഹാസത്തിന് ആവുമോ എന്നുള്ള വിചാരിച്ചിട്ടാണ്
ഒരിക്കലും ഒരുത്തരും ഒന്നും അവരുടെ ജീവിതത്തിൽ എന്നാ സംഭവിക്കുന്നത് പോലും പറയാണ്ട് അവർ എന്നാന്ന് പറയുന്നത് ഈ സൂസൈഡിൻ്റെ വഴിയെല്ലാം തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് ടി വിയിൽ ഓരോരോ ന്യൂസ് കേൾക്കുമ്പോൾ വളരെ എന്നാന്ന് വലിയ ഇങ്ങനെ പഠിച്ചു കൂട്ടറാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിട്ടുള്ള ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പഠിച്ചിട്ടും അവർക്കതൊരു മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു ഫെസിലിറ്റീസ് അവർക്കില്ലാത്തത് കൊണ്ടാണല്ലോ. ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ ചുറ്റുപാടും ഇല്ല, അവരെ ആൾക്കാർ തന്നെ ഒന്നും അറിഞ്ഞിട്ടും ചിലപ്പോൾ അറിയാണ്ടുണ്ടാവും, ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ആത്മഹത്യ എന്ന വഴി അവർ വേഗം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വളരെ എന്നാന്നും ആത്മഹത്യകൾ എന്നെല്ലാം വെച്ചാൽ വളരെ സിമ്പിളായിട്ട് എടുക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മരിച്ച കൂട്ടർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവരങ്ങ് പോയി, അവർ ഈസി ആയിട്ട് അങ്ങ് പോയി. ജീവിച്ച കൂട്ടർക്ക് എന്നാന്ന് കുറച്ച് കാലം അവർ ചിന്തിക്കും, പിന്നെ അതങ്ങ് സോൾവ് ആകും. പ്രശ്നങ്ങൾ എപ്പം ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ അതിജീവിച്ച് നമ്മൾ ആ പ്രശ്നങ്ങളെ സോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ലൈഫിൽ കുറേ സക്സസ് ഉണ്ടാവുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനെ നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴി ദൈവം തന്നെ ഈ വേൾഡിലേക്ക് ഇവിടെ ഭൂമിയിലേക്ക് നമുക്ക് ജനിക്കുമ്പം തന്നെ ദൈവം ഓരോരോ കഴിവ് തന്നിട്ടാണല്ലോ നമ്മൾ മനുഷ്യന്മാരെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ ദൈവം നമുക്ക് തരും, അതിനെ മറികടക്കാനുള്ള ഒരു വഴിയും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഒരു പ്രശ്നം എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ വേഗം ചൂസ് ചെയ്യുന്നതാണ് ഈസി ആയിട്ട് ആത്മഹത്യ. അത് ഇന്നെല്ലാം വന്നാന്ന് പണ്ടെല്ലാം കേൾക്കാനില്ല, ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇപ്പം വളരെ പഠിച്ച് എഡ്യൂക്കേറ്റഡ് പീപ്പിളാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം എഡ്യൂക്കേഷനൊന്നും ഇല്ല, ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാനില്ല. എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരവും ഇല്ല. കാരണം എന്നാന്ന് എന്നെല്ലാം എന്നാൽ പറയാനൊരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരാളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടില്ല ആരെങ്കിലും വേണ്ടേ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സംസാരിക്കാനും. ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിലും ഒരു ഫാമിലിയിൽ ആരെങ്കിലും എല്ലാം ഉണ്ടെങ്കിലല്ലേ ഒന്ന് നമ്മൾ മനസ്സിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇതേപോലെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ സംസാരിക്കുക. അപ്പോൾ ഇന്നത്തെ കാലത്ത് സംസാരം വളരെ കുറവാണ്. എല്ലാവരും ഇപ്പം മൊബൈലും അതും ഇതെല്ലാം നോക്കിയിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്കും കൂടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റക്കാന്ന്. അപ്പോൾ ഒറ്റക്കാന്ന് വെച്ചാൽ എല്ലാവരും ജോലിക്കെല്ലാം പോകും. അപ്പോൾ ഞാൻ എൻ്റെ ഡേ ടൈം ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ആകുമ്പോൾ എന്തെങ്കിലും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്കിഷ്ടമാണ്. പണ്ടേ എടുക്കണമെന്ന് വെച്ചിട്ട് എന്തോന്നറിയില്ല, ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങളായിട്ട് പോയി. അപ്പോൾ പിന്നെയും എന്നും ലേറ്റായി പോയാൽ അതങ്ങ് പോവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ശരി എന്തായാലും ആകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വഴി തിരഞ്ഞെടുത്തത്. കാരണം എവിടെയെങ്കിലും എന്നല്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഫ്രസ്ട്രേഷനും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എല്ലാം ഓരോരുത്തരുടെ സംസാരിച്ചിട്ട് ആരെങ്കിലും കേൾക്കാനുണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ. അപ്പം ഇതേപോലത്തെ വീഡിയോ ചെയ്യുന്നതും എന്താന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ്. അപ്പം നമ്മളത് നല്ല രീതിയിൽ എടുക്കണം എന്നേലും കാണുന്ന കൂട്ടരും എല്ലാം. അപ്പം ഇത് എങ്ങനെയാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.